ഇന്നെൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. ഖത്തറിലെത്തിയിട്ട് 5 വർഷം കഴിഞ്ഞു. കൃഷ്ണ, ഗായത്രിയുടെ കല്യാണമായിരുന്നു ഇന്ന്. കല്യാണ വേഷത്തിൽ അവളെ കാണാൻ നല്ല ചേലായിരുന്നെന്ന് ഉമ്മാനെ വിളിച്ചപ്പോൾ പറഞ്ഞു. മനസ്സിലിപ്പോഴും മായാതെ കിടക്കുകയാണ് ആ രാത്രി. छोटू 2 चाय लेके आना। मगर ये तो कोई न जाने कि मेरी मंजिल कहाँ। സെറ്റപ്പ് എന്നല്ലേ? പിന്നെ സെറ്റപ്പ് ഇത് തന്നെ ഒപ്പിക്കാൻ പറ്റ പാടെനിക്കറിയാം. അളയെ നീ ഇരി, നാട്ടിലെ കഥകൾ പറ. എന്ത് കഥ? പാപ്പച്ചി കട പൂട്ടി, കച്ചവടം തീരെ കുറവാ. കഥ നിർത്തേ. നാട്ടിലെ നമ്മുടെ പിള്ളേരുടെ കഥ പറ. എല്ലാം എപ്പോഴും കുളക്കടയിൽ തന്നെ. അത് പിന്നെ പറയാനുണ്ട്. നമ്മൾ അന്തൂർക്കില്ലേ, പുള്ളി ഇപ്പൊ അവിടെ തന്നെയാ. മൂപ്പർക്കല്ല പ്രായമായില്ല. അപ്പോലെ ഇരുത്തം കൂടുക. നല്ല ക്ഷീണം. ഞാനൊന്ന് പോയി കുളിക്കട്ടെ. ആ ചെല്ലേ, പോയി കുളിക്കാം. ആ ചായ വന്നു. സലാം സാർ. ചോട്ടു നിന്റെ അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. നിനക്കൊരു വിസ ഒപ്പിക്കണമെന്ന്. അത് നമുക്ക് ആലോചിക്കാം. നീ ഏതായാലും ചെന്ന് കുളി, എനിക്ക് വിശക്കുന്നു. ചെല് ചെല് ചെല്. ഏയ്, നീ ഏജൻസിയിൽ വിളിച്ചിരുന്നോ? വിളിക്കണം. നാളെ രാവിലെ വിളിച്ചേക്ക്. ആകാശത്തമ്പിളി വന്നേ ഇളം തെന്നലീണം പാടിവാ. ആട്ടവും പാട്ടവും നിർത്തിയിട്ടില്ലല്ലേ? അതൊക്കെ പോയാ പിന്നെ ഞാനുണ്ടോടാ. തന്നെ നീ വാ, രാവിലെ ഓഫീസുള്ളതാ. ഡാടാ, നേരം വിളിത്ത എനിക്ക്, ഞാൻ ഓഫീസിൽ പോണു. എന്താടാ വൈകിയേ? റോഡിലൊക്കെ നല്ല തിരക്കാടാ. നീ പുറത്തു വല്ലതും പോയിരുന്നു? ഇല്ല. നിനക്കെന്തൊരു വല്ലായ്മ? ലീവ് ശരിയായില്ലേ? ഏയ് അതൊന്നും അല്ലടാ. പിന്നെ എന്താടാ, എന്താ പ്രശ്നം പറ. നമ്മളൊക്കെ പേടിച്ച പോലെ സംഭവിച്ചടാ. ബാബരി മസ്ജിദ് പൊളിച്ചു. പഠിച്ചോനെ, പള്ളിയാ? എപ്പോ? ഇന്ന് ഉച്ചയ്ക്ക്. റോഡിലെല്ലാം മൊത്തം ആളുകളാ. സമരവും ബഹളവും ഒക്കെ തുടങ്ങി. എന്നാലും പള്ളിയൊക്കെ പൊളിക്കാന്ന് വെച്ചാ വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ഞാനും വിശ്വസിച്ചില്ല. നടക്കാൻ പാടില്ലാത്തായിരുന്നു, പക്ഷെ അത് സംഭവിച്ചു. ഇനി ആൾക്കാർ 2 ചേരിയാവും. എന്തൊക്കെ കാണേണ്ടി വരും ഈശ്വര. എടാ, എന്റെ പോക്ക്. നാളെ ആവട്ടെ, ഏജൻസിയിൽ വിളിച്ച് ചോദിക്കാം. കിച്ചു, എനിക്ക് പേടിയാവുന്നടാ. പേടിക്കാതെ, നമുക്കേതായാലും പുറത്തിറങ്ങാൻ പറ്റില്ല. സ്ഥിതി ഒന്ന് ശാന്തമാവട്ടെ. ലൈറ്റ് ഓഫ് ചെയ്യാം. ഇതൊക്കെ കാണുമ്പോ നമ്മുടെ നാടൊക്കെ സ്വർഗല്ലടാ. നാട്ടില് രാഷ്ട്രീയമല്ലേ, വർഗീയത കുറവല്ലേ. നിനക്ക് വിശക്കുന്നുണ്ടോ? ഇല്ലടാ. सुना नहीं? दरवाजा खोल। ये
राजू तू इधर देख बेटा। एक दिनेश तू इधर देख നീ മിണ്ടല്ലേ खोल दरवाजा जल्दी खोल तोड़ दूंगा दरवाजा साले कौन है आप लोग? चुप कौन है आप लोग? चुप क्या चाहिए? साले कौन है? क्या कर रहे हैं? कौन नाम क्या है तेरा? बोल साले कुछ मत करो। भाई 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 प्रवीण उसका नाम। मेरा कहाँ दोस्त से है तू? भाई, कहाँ से बोल केरला से। केरला से है भाई। ये देख कुछ मत करो भाई, छोड़ो भाई प्लीज। अच्छा चल चल ये देखो अब्दुल रहमान। बाऊ इनमें से कोई मुसलमान है बाऊ। दिखा थू कौन है अब्दुल रहमान बोल बता ना मार साले को मार कुछ मत और करो। मार। भाई भाई छोड़ो इसको भी मार इसको भी कुछ मत करो भाई। भाई अरे भाई सोचता छोड़ो क्या है इसको दो टुकड़े कर डाल बोल से बोल काट के फेंक इसको मैं हूँ अब्दुल रहमान। मार मार ऐसा क्या मारा इसको पुलिस भाग भाग मार इसको छोड़ भाग भाग पुलिस से भाग 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 If you come out, we will be forced to fire. The police are in control of the situation. കാലത്തിന് മായ്ക്കാനാവാത്ത മുറിവുമായി ഞാനിന്നും ജീവിതം തുടരുന്നു. പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന നീയോ അത് തുടരുന്ന ഞാനോ? ആരാണ് ഭാഗ്യവാൻ? എനിക്കറിയില്ല. ആർക്കൊക്കെയോ വേണ്ടി മതത്തിൻ്റെ പേരും പറഞ്ഞാണ് അവർ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. 21 വർഷം കഴിഞ്ഞിട്ടും ആ ഭ്രാന്തിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ പടച്ചോൻ്റെ മുന്നിൽ നീ എന്നും വലിയവനാണടാ.